ഹലോ, ഇന്നലെ നമ്മൾ മീഷോയിൽ നിന്ന് ഹാങ്ങിങ് പോട്ട്സ് വാങ്ങിയിരുന്നു. ഇന്ന് അതിലെല്ലാം നമ്മൾ പ്ലാന്റ്സ് വയ്ക്കാൻ പോവുകയാണ് കേട്ടോ. ഞാനിവിടെ പോട്ട് നിറയ്ക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കരിയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നീർവാഴ്ചയും കൂടുതലുണ്ടായിരിക്കും, മാത്രമല്ല നമ്മുടെ പോട്ടിന് അധികം വെയിറ്റും വരത്തില്ല. ഹാങ്ങിങ് പോട്ട്സിൽ അധികം വെയിറ്റ് വരുന്നതല്ലല്ലോ, മാത്രമല്ല ഹാങ്ങിങ് പ്ലാന്റ്സിന് അധികം മണ്ണ് ആവശ്യമില്ല. അപ്പോൾ ഞാൻ കൂടുതൽ കരിയിലിട്ടിട്ട് അതിൻ്റെ മുകളിൽ മണ്ണ് നിറയ്ക്കുക ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പോട്ടി മിക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചകിരിച്ചോറും മണ്ണുമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. മാത്രമല്ല ഞാനതിൽ മുട്ടത്തോടും പൊടിച്ച് ചേർത്തിട്ടുണ്ട്. ഞാനിവിടെ കുറേ റെഡിയാക്കി വെക്കും, എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങനെ പോട്ടി മിക്സ് റെഡിയാക്കി വെക്കും. ചെടി നടേണ്ട സമയത്ത് നമ്മളതൊന്ന് എടുത്തിട്ട് ആവശ്യമുള്ളത് എടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ മുട്ടത്തോടും മണ്ണും അതേപോലെ തന്നെ കൊക്കോപീറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സാണ് കേട്ടോ അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള പോട്ട്സിലെല്ലാം ഞാൻ അതേപോലെ തന്നെ പോട്ടി മിക്സ് എല്ലാം നിറച്ച് സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. ഇനി നമുക്ക് ഈ പോട്ട്സിലെല്ലാം നമുക്ക് പ്ലാന്റ്സ് നടാം. ഏതൊക്കെ പ്ലാന്റ്സ് നമുക്ക് എല്ലാത്തിലും നടുകയെന്ന് നമുക്ക് നോക്കി നോക്കാം. ആദ്യം ഞാൻ ഈ സിങ്കോണിയത്തിൻ്റെ ഈ വെറൈറ്റിയാണ് കേട്ടോ എടുത്തത്. ഇത് ഞാൻ എവിടെയും അങ്ങനെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് യൂസ് എന്ന് വെച്ചാൽ പോട്ട്സിൽ ഹാങ് ചെയ്തിട്ട് കണ്ടിട്ടില്ല. സാധാരണ താഴെ പോട്ട്സിൽ വെച്ചതായിട്ടേ കണ്ടിട്ടുള്ളൂ. പക്ഷേ എനിക്കിതെന്തോ ഹാങ് ചെയ്ത് നോക്കണമെന്ന് തോന്നി. സാധാരണ നമ്മൾ സ്റ്റിക്ക് വെച്ചിട്ട് സ്റ്റിക്കിലൂടെ പടർത്തി കയറുകയല്ലേ ചെയ്യുക. പക്ഷേ എനിക്കിതെന്തോ ഹാങ്ങിങ് പോട്ട്സിൽ വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നല്ല നല്ല ഭംഗിയായിരിക്കുമെന്ന് തോന്നി. ഇത് കണ്ടില്ലേ, റൂട്ടുള്ള ഭാഗം മാത്രം ഞാൻ ചെറുതായി കട്ട് ചെയ്തിട്ടാട്ടോ വെക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ 2 ആഴ്ച വെള്ളത്തിലിട്ടിട്ട് വേര് നന്നായി വളർന്നതിന് ശേഷം വേണമെങ്കിൽ വെക്കാം. പക്ഷേങ്കിൽ ഞാനിത് ഡയറക്റ്റായിട്ട് നട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നട്ടാലും ഞാനധികം വെയിലില്ലാത്ത ഭാഗത്താണ് ഹാങ് ചെയ്തിരുന്നത്. അപ്പോൾ ഇങ്ങനെ നട്ടാലും നന്നായിട്ട് വേര് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറിയ ചെറിയ പീസസ് നമ്മളെങ്ങനെ എടുത്തെടുത്ത് ആ പോട്ട് നിറയെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പോട്ടിൽ നമുക്ക് എന്താ വയ്ക്കാമെന്ന് നോക്കാം. ഈ പോട്ടിൽ ഞാൻ ഈ പ്ലാന്റാണ് കേട്ടോ നടുന്നത്. നമ്മുടെ ടർട്ടിൽ മെയിലൊക്കെ ഉണ്ടാകുന്ന പോലെ നല്ല ബുഷിയായിട്ട് നല്ല ഭംഗിയിലുണ്ടാകുന്ന പ്ലാന്റാണ് കേട്ടോ ഇത്. ഞാനിത് മുന്നേ തന്നെ ഹാങ്ങിങ് പോട്ടിൽ വെച്ചിട്ട് നല്ല ഭംഗിയിലിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിതെടുത്തത്. ലാസ്റ്റ് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് കുറച്ച് മണ്ണ് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് നമ്മൾ ഈ പ്ലാന്റാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിൽ നല്ല റെഡ് പൂക്കളുണ്ട്, ചെറിയ റെഡ് പൂക്കളുണ്ട്. എനിക്ക് ഈ പ്ലാന്റ് ഭയങ്കര ഇഷ്ടമാണ്. വേറൊരു പോട്ടിൽ നമ്മളിതിൻ്റെ ഗ്രീൻ കളർ വെറൈറ്റിയും വെച്ച് കൊടുക്കുന്നുണ്ട്. പൂക്കളില്ലെങ്കിൽ തന്നെ ഈ ലീഫ് കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ. ഈ ലീഫ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ നല്ല ചന്ത. ഇടയ്ക്കിടയ്ക്ക് ചെറിയതായി ഇതുപോലെയുള്ള കുഞ്ഞു പൂക്കളുണ്ടായിരിക്കും. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. ഇതേ അങ്ങനെ നമ്മൾ പോട്ട്സ് എല്ലാം ഹാങ് ചെയ്തു കേട്ടോ. എല്ലാം നല്ല ഭംഗിയില്ല. ഒരെണ്ണത്തിൽ ഞാൻ സ്പൈഡർ പ്ലാന്റ് വെച്ചു, അത് ലാസ്റ്റാണ് വെച്ചത്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. താങ്ക്